നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന 1/2 കിലോ വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഇനി നമുക്കിത് ചെയ്യാനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കപ്പ് മൈദ, അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ളു ഉപ്പോട് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് അരച്ചെടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബൗളെടുത്ത് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര കുറച്ചായിട്ട് ചേർത്ത് നമുക്ക് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ബീറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ബീറ്റ്, ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ പതുക്കെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്ററി ഒരു തിക്കായിട്ട് വരും. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് ഒഴിക്കണ്ട, നമുക്ക് കുറച്ച് ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് വേണമെങ്കിൽ ബാക്കി ഒഴിച്ചാൽ മതി. പാൽ ഒഴിച്ച് കൊടുത്ത് നമുക്കിത് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഏകദേശം റെഡി വന്നിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് നന്നായിട്ട് പതപ്പിച്ചിട്ട് നമുക്ക് ആ മിക്സും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. കൊക്കോ പൗഡർ ഒഴിക്കുന്നതുകൊണ്ട് നമ്മുടെ കേക്ക് ഹാർഡായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്ന് ഓയിൽ വെച്ച് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കേക്ക് ബാറ്റർ ഫുള്ളായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. എയർ ബബിൾസൊക്കെ ഇങ്ങനെ പോയിക്കോളും. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് പാനിൽ സ്റ്റാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കേക്ക് ബാറ്റർ ഇട്ട് വെച്ച് 30 to 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. ഇനി കേക്കിന് വേണ്ട ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. 3/4 കപ്പ് നല്ല തണുത്ത ക്രീമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊരു ക്ലീൻ ആയിട്ടുള്ള ബൗളിലേക്ക് ഒഴിച്ച് ബീറ്റ് ചെയ്തെടുക്കുക.
ഇപ്പോൾ നമ്മുടെ ക്രീം നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർക്കാം. 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നല്ല കളർ കിട്ടിയിട്ടുണ്ട്. കൊക്കോ പൗഡർ എടുക്കുമ്പോൾ നല്ല ഡാർക്ക് കളറാണ് നമുക്ക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമുക്കിത് ഐസിങ് ചെയ്യാം. അതിനായിട്ടൊരു കേക്ക് ബോർഡ് എടുത്ത് അതിലേക്ക് ഫസ്റ്റ് ഞാൻ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു ഫസ്റ്റ് ലെയർ വെച്ചെടുക്കാം. കേക്ക് സോക്ക് ചെയ്യാനായിട്ട് നമ്മൾ ചെറി വെച്ചിട്ടാണ് ഷുഗർ സിറപ്പ് റെഡിയാക്കിയിരിക്കുന്നത്. 1/4 കപ്പ് പഞ്ചസാരയിലേക്ക് 1/2 കപ്പ് വെള്ളം 6 ചെറി ഇത് ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച് എടുത്ത സിറപ്പാണിത്. ഇത് കേക്കിൽ നല്ലപോലെ വെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പാലറ്റ് നൈഫ് വെച്ച് നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കാം. നമ്മുടെ കേക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവാനായിട്ട് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീമും ഡാർക്ക് ചോക്ലേറ്റും കൂടി ഡബിൾ ബോയിൽഡ് മെത്തേഡിൽ മെൽറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണിത്. നമ്മുടെ കേക്കിൻ്റെ മുകളിലേക്ക് ആവശ്യത്തിന് ഒഴിച്ച് നമുക്ക് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ കാഷ്യൂ ചെറിയ എന്തെങ്കിലും കട്ട് ചെയ്തിട്ട് കൊടുത്താലും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. അത് നമുക്ക് ഷുഗർ സിറപ്പ് വെച്ച് നല്ലപോലെ വെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഷുഗർ സിറപ്പ് നല്ലപോലെ തന്നെ വെറ്റ് ചെയ്യാം. കേക്ക് നല്ലപോലെ സോക്കാണ്. നല്ലോണം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രീം നല്ലപോലെ സ്പ്രെഡ് ആക്കിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ചോക്ലേറ്റ് ഒഴിച്ച് നല്ലപോലെ സ്പ്രെഡ് ചെയ്യും. ലാസ്റ്റ് ലെയർ വെച്ച് അതും സിറപ്പ് വെച്ച് നല്ലപോലെ വെറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് നല്ലപോലെ ഇതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. കേക്ക് നമ്മൾ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് നമുക്ക് ഇത് ഫൈനൽ കോട്ട് ചെയ്തെടുക്കാം. കേക്ക് പുറകും വെച്ച് നല്ലപോലെ കവർ ചെയ്ത് ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കേക്കിൻ്റെ സൈഡിൽ വച്ച് കൊടുക്കാം. കേക്കിൻ്റെ സൈഡ് മൊത്തം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ചോക്ലേറ്റ് വെച്ച് നമുക്കിത് കവർ ചെയ്തെടുക്കാം.
കേക്കിൻ്റെ സൈഡിൽ ഫുൾ കവർ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി റോസറ്റ ഗ്ലാസ്സിൽ വെച്ച് നമ്മുടെ കേക്കിൻ്റെ മുകളിൽ നമുക്ക് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കാം. നമുക്ക് ലാസ്റ്റായിട്ട് നമ്മുടെ കേക്കിൻ്റെ മുകളിൽ ചെറി വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന നല്ല ടേസ്റ്റുള്ള ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ.